മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാനൊരു ക്വിക്ക് അപ്ഡേറ്റ് എടുക്കുന്നേ ഉള്ളൂ എന്ന്. ഓക്കെ, പെട്ടെന്നൊരു റീഡിങ്. ഓക്കെ, ഇന്നത്തെ എനർജി അപ്ഡേറ്റ് നിങ്ങൾക്ക് ചെറിയ ഗൈഡൻസ് ആയിട്ട് എടുക്കാം. പെട്ടെന്ന് നോക്കാം, ഒരു ചെറിയ റീഡിംഗ് ആയിട്ട്. ഇന്ന് വൈകി റെക്കോർഡ് ചെയ്യാൻ, അതുകൊണ്ടാണ്. ഓക്കെ, 8 of Wands, 5 of Cups ആൻഡ് 7 of Cups. ഓക്കെ, പേജ് ഓഫ് Wands ഉണ്ട് ഇവിടെ. ഓക്കെ, ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്ന കാര്യമാണ് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, മെയിനായിട്ട് ഇവിടെ പറയാനുള്ളത് ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ വരുന്ന കാര്യമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഐഡിയാസ്, നിങ്ങളുടെ മനസ്സിൽ തന്നെ എന്തെങ്കിലും ഐഡിയാസ് വരുന്ന കാര്യമായിരിക്കാം. ആൻഡ് അതിനെ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, ഒരു അവസരം വരുന്നുണ്ട് എന്ന രീതിക്കാണ്. ഇത് നിങ്ങളുടെ തന്നെ കഴിവുകളുടെ പല കാര്യങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ടാലൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയുടെ കരിയറിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ജോലി കിട്ടുക, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ബിസിനസ്സായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, ചിലപ്പോൾ അതായിരിക്കാം. കാരണം ഇവിടെ എന്തോ നിങ്ങളൊരു തുടക്കം കുറിക്കുന്ന പോലെയാണ്. ഓക്കെ, പേജ് ഓഫ് വാൻസ് പറയുമ്പോൾ, പേജ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു പക്ഷേ ഇത് ഒരു ന്യൂ ബിഗിനിങ് എന്ന രീതിക്കാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ന്യൂ ബിഗിനിങ് എന്ന് പറയുമ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾ ആദ്യത്തെ നമ്മൾ ഒരു കാൽവെപ്പ് എന്ന് പറയില്ലേ, ആ രീതിയിൽ നിങ്ങൾക്ക് എന്തോ ഒരു മനസ്സിലൊരു ഐഡിയ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുന്ന പോലെ. ആൻഡ് അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് മുന്നോട്ട് വളരെ ഫാസ്റ്റായിട്ട് പോകുമെന്നാണ് കാണുന്നത്. നിങ്ങൾക്കതിൽ ഗ്രോത്ത് കിട്ടാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ഇത് ഒരു സ്റ്റിക്കാണ് നമ്മളിവിടെ കാണുന്നത്, ഒരു വോണ്ടാണ്. ഇവിടെ 8 വോണ്ടാണ് കാണുന്നത്. സോ അത്രയും നിങ്ങളുടെ ഗ്രോത്ത് പെട്ടെന്നായിരിക്കും, വളർച്ച പെട്ടെന്നായിരിക്കും നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ. ഓക്കെ, പക്ഷേ നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട് ഇവിടെ. ഈ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്, പക്ഷേ നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ തടസ്സം. ഓക്കെ, അതായത് ഇവിടെ ഒന്ന് നിങ്ങളുടെ മനസ്സിൽ ലൈക്ക് ഞാൻ പാസ്റ്റിൽ മുമ്പ് ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് നടന്നിട്ടില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം, ചിലപ്പോൾ ഇതേ കാര്യമായി ആണെന്നല്ല, എന്തെങ്കിലും നിങ്ങൾ ചെയ്ത കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മുൻപ് പ്രശ്നങ്ങളോ വിഷമങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ വന്ന് കാണാം. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ ആ നഷ്ടപ്പെട്ടതിനെയാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അപ്പം നിങ്ങൾ ഈ ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളത് കാണുന്നില്ല. ഓക്കെ, ലൈക്ക് നിങ്ങൾക്ക് ആ അവസരങ്ങളെ നിങ്ങൾ കാണുന്നില്ല എന്ന രീതിക്കാണ്. എൻ്റെ ഇവിടെ നിങ്ങളുടെ കയ്യിൽ ശരിക്കും ഇവിടെ ബാക്കിയുണ്ട് ചില കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ പക്ഷെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്തോർത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്ന വഴി പോലും ഐ തിങ്ക് നിങ്ങൾ കാണുന്നില്ല. അത് അവനവൻ തടസ്സം. ആക്ച്വലി നിങ്ങൾ അങ്ങോട്ട് പുറംതിരിഞ്ഞ് നിൽക്കുക എന്ന് പറയില്ലേ, ശരിക്കും നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ് നിങ്ങൾ കാണാതെ പോവുകയാണ്. ഓക്കെ, എവിടെയോ നിങ്ങൾക്ക് വേറെ നല്ലത് നിങ്ങളുടെ ലൈഫിലുണ്ട് എന്ന രീതിക്കാണ്. ഇതിപ്പോൾ അഗെയിൻ ഞാൻ വേറെ തരത്തിൽ പറയാം. സോ ഇവിടെ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ മേ ബി ജോലി, കരിയർ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് പലതരത്തിൽ നിങ്ങൾക്ക് പല കഴിവുകൾ, പല കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങളുടെ മനസ്സെപ്പോഴും ചിലപ്പോൾ നിങ്ങൾ ഇല്ലാത്തതിനെക്കുറിച്ച് നമ്മൾ വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയില്ലേ. അതായത് എങ്ങനെ പറയാം, വെറുതെ സ്വപ്നം കണ്ടാൽ പോരാ. ഓക്കെ, നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഡ്രീംസ്, ആഗ്രഹങ്ങൾ എന്നൊക്കെ പറയാം, അതിനെ ഇങ്ങനെ വെറുതെ ആലോചിച്ച് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല, അതിന് ആക്ഷൻ കൂടി എടുക്കണം. ഓക്കെ, അതിൻ്റെ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്താൽ മാത്രമേ അതിന് മുന്നോട്ട് ഗ്രോത്ത് കാണുള്ളൂ. ഓക്കെ, പക്ഷേ നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ ഈ പാസ്റ്റിൽ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരിക്കാം അതിന് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വാട്ട് കുഡ് ഹാവ് ബീൻ എന്ന് പറയും. ഓക്കെ, അതായത് നമ്മൾ ആ മുമ്പത്തെ കാര്യം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആയേനെ, ഇങ്ങനെ ആയേനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിന്തിച്ചു കൂട്ടില്ലേ. ആ രീതിക്ക് നിങ്ങളുടെ മനസ്സിലെ കുറേ അങ്ങനത്തെ ചിന്തകൾ മാത്രമാണ്. പക്ഷെ അതൊക്കെ കഴിഞ്ഞു, ആ കാര്യങ്ങൾ കഴിഞ്ഞു. ഓക്കെ, അത് നഷ്ടപ്പെട്ടു പോയത് പോയി. ഓക്കെ, അത് ഇനി ഇങ്ങനെ ആവായിരുന്നു, അങ്ങനെ ആവായിരുന്നു എന്നൊന്നും ചിന്തിച്ചൊന്നും കാര്യമില്ല. ഓക്കെ, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻസിൽ നിങ്ങൾക്ക് പലതും തെളിഞ്ഞ് വരുന്നുണ്ടാവും, ബട്ട് നിങ്ങളതൊന്നും കാണാൻ തയ്യാറാവുന്നില്ല. നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞാൽ നിൽക്കുന്നത്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ശരിക്കും നിങ്ങളുടെ മുമ്പിൽ ഓപ്ഷൻസ് വരുന്നതിൽ നിന്ന് നല്ലത് എന്താണ് എന്ന് തിരഞ്ഞെടുത്ത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് ചെയ്യാൻ ശ്രമിക്കൂ എന്ന രീതിക്കാണ്. ആൻഡ് നിങ്ങൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗ്രോത്ത്, വളരെ ആക്ച്വലി ഫാസ്റ്റ് ഗ്രോത്ത് ആയിരിക്കും. ഓക്കെ, പക്ഷേ നിങ്ങളുടെ തടസ്സം നിങ്ങളുടെ മനസ്സ് തന്നെയാണ്, നിങ്ങൾ തന്നെയാണ്, സ്വയമാണ് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത്, നിങ്ങളുടെ ഗ്രോത്തിൽ തടസ്സം വരുന്നത്. ഇത് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ അവിടെ നിങ്ങളുടെ മനസ്സെപ്പോഴും നിങ്ങളായിട്ട് ബ്ലോക്കേജ് ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും തുടങ്ങി എന്ന് തന്നെ വിചാരിച്ചോളൂ, തുടങ്ങിയാലും നിങ്ങളുടെ ഉള്ളിലെ പേടി, ഫിയേഴ്സ്, ഓക്കെ, ആ ഒരു
കാര്യം നിങ്ങളുടെ ശരിക്കും കാര്യങ്ങളെ തടസ്സപ്പെടുത്തും എന്ന രീതിയിലാണ്. ഈവൻ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഓക്കെ, കുറച്ച് പേർക്ക് ഞാൻ അതും പറയാം. റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരു പേഴ്സൻ്റെ മെസ്സേജ് വരുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്, ഒരു പുതിയ റിലേഷൻഷിപ്പ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അപ്പോഴും നിങ്ങളും ഇവിടെയും പാസ്റ്റിലുണ്ടായ എന്തെങ്കിലും നമ്മൾ പറയില്ലേ, നിങ്ങൾക്കുണ്ടായ നഷ്ടം അല്ലെങ്കിൽ ആരെങ്കിലും ബന്ധങ്ങൾ തകർന്നു പോയത്, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഓക്കെ, അത് നിങ്ങളെ വീണ്ടും വീണ്ടും നിങ്ങളത് ഓർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ നല്ലത് വരുന്നതിന് നിങ്ങൾ കാണുന്നില്ല എന്ന രീതിയിലാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു അഡ്വൈസ് കാർഡ് കൂടി എടുക്കാൻ തോന്നുന്നു എനിക്ക്. മറ്റേ ഒറക്കിളിൽ നിന്ന് എടുക്കാം എന്തായാലും. ആൻഡ് നിങ്ങളിരിക്കുന്നത് ഒന്നല്ല അപ്പോൾ. ഓക്കെ, നിങ്ങളോട് പറയുന്ന അഗെയിൻ ഇവിടെ പുതിയ തുടക്കത്തിൻ്റെ കാര്യം തന്നെയാണ്. ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്, നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്ന കാര്യമാണ്. വേൾഡ് കാർഡും ഉണ്ട്. നിങ്ങൾക്ക് ശരിക്കും നല്ലൊരു ഗ്രോത്തിൻ്റെ അവസരങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. പക്ഷേ നിങ്ങൾ ഈ പാസ്റ്റ് ഹാർട്ട് ബ്രേക്ക് ഒന്ന് പുറത്ത് വരിക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ആ പാസ്റ്റ് ഹാർട്ട് ബ്രേക്ക് ഒന്ന് പുറത്ത് വരിക. പാസ്റ്റിൽ എന്ത് കാര്യത്തിലായാലും, ഇപ്പം ബിസിനസ്സിൽ നഷ്ടം വന്നു, ജോലിയിൽ എന്തെങ്കിലും പ്രശ്നമായി, ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ വേറെ ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അങ്ങനെ എന്ത് തന്നെ ആയാലും ഓക്കെ, പാസ്റ്റിൽ ഉണ്ടായ കാര്യം, ഇതുവരെ ഉള്ള ലൈഫിൽ ഉണ്ടായ കാര്യങ്ങളെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് ആക്ഷൻ എടുക്കാനാണ്. മുന്നോട്ട് ആക്ഷൻ എടുക്കാം. നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങുക. എവിടെയാണ് തെറ്റ് പറ്റിയത്? ഓക്കെ, എന്തെങ്കിലും തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് പറ്റിയോ? അതോ നിങ്ങളുടെ തെറ്റ് ചിലപ്പോൾ നിങ്ങളുടെ തെറ്റ് തന്നെ ആയിരിക്കില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ അവനവനെ കുറ്റപ്പെടുത്തുന്നുണ്ടാവാം. എൻ്റെ കാരണം കൊണ്ടാണ് ഇത് നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടാവും. ഒരിക്കലുമല്ല. ഓക്കെ, അപ്പോൾ നിങ്ങളത് കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുക, എന്താണ് സംഭവിച്ചത് എന്ന്. കുറച്ചുകൂടി നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവാൻ തുടങ്ങുക. നിങ്ങൾ സ്വന്തം കാര്യത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കുക. ജോലിയിൽ, കരിയറിൽ, ബിസിനസ്സിൽ എന്തിനു തന്നെയായാലും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഹാപ്പിനെസ് ആക്ച്വലി നിങ്ങൾക്ക് വരും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഒരു ശരിക്കും നിങ്ങൾ അബണ്ടൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ് കാണുന്നത് എനിക്ക്. ഓക്കെ, എന്തായാലും അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ട്. പക്ഷേ ഈ പാസ്റ്റ് നിങ്ങളെ പുറകോട്ട് വലിക്കുകയാണ്. അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾ തന്നെ സ്റ്റെപ്പ് എടുക്കണം. ഓക്കെ, ദി ഒറാക്കിൾസ് ഗിഫ്റ്റ്, ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അതന്നെ, ലെറ്റ് ഇറ്റ് ഗോ. 3 of hearts then. Great. Okay, seeing beyond. ഒന്നുകൂടി a tall tale. ഓക്കെ, വിഷ് അപ്പോൺ എ സ്റ്റാർ എന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് പറയുന്നുണ്ട് ഒരു എന്താ പറയുക, നമ്മൾ ഈ നക്ഷത്രത്തിനെ നോക്കിയിട്ട് വിഷ് പറയുക എന്ന് പറയാം. ഇങ്ങനെ വീഴുന്ന നക്ഷത്രം എന്ന് പറയില്ലേ, എന്താണ്, പൊട്ടി വീഴുന്ന ഒരു നക്ഷത്രത്തിനെ നോക്കിയിട്ട് നമ്മൾ വിഷ് പറയാമെന്ന് പറയും. സോ അതുപോലെ നിങ്ങളോട് പറയുന്നത് മേക്ക് എ വിഷ് എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം ഓക്കെ, അത് നടക്കും. ബിക്കോസ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നടക്കും എന്നാണ്. ആൻഡ് ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യെസ്, അത് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വേറൊരു ബന്ധം, ഈവൻ കമ്മിറ്റഡ് ആയിട്ടൊരു വ്യക്തി വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ജോലി, കരിയർ എന്ത് തന്നെ ആയാലും ഓക്കെ, നിങ്ങൾക്കൊരു വളരെ ലൈക്ക് ഫൈനാൻഷ്യലി ഒക്കെ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് വരുന്നത്. ഞാനിവിടെ ഒറാക്കിൾസ് ഗിഫ്റ്റ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുവാണ്. ഓക്കെ, നിങ്ങൾക്ക് അവസരങ്ങൾ തന്നിട്ടുണ്ട്, ഗിഫ്റ്റ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. നിങ്ങളത് കാണാൻ തയ്യാറല്ല. ഓക്കെ, നിങ്ങൾ നോക്കി നിൽക്കുന്ന എപ്പോഴും പുറകോട്ട് തിരിഞ്ഞ് ബാക്കിലേക്ക് നോക്കി നിന്നിട്ട് കാര്യമില്ല, പാസ്റ്റിലേക്ക് നോക്കി നിന്നിട്ട് കാര്യമില്ല. ഓക്കെ, പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യുക. അതാണ് ഇവിടെയും വന്നത്. ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. കഴിഞ്ഞത് കഴിഞ്ഞു. ഓക്കെ, നടന്നത് നടന്നു. അത് അങ്ങനെയാണ്, സിറ്റുവേഷൻ അങ്ങനെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, യെസ്, അങ്ങനെ ആയിപ്പോയി, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പാസ്റ്റാണ്, നമുക്ക് തിരിച്ച് നടന്നു പോയിട്ട് തിരിച്ച് പോയി അവിടെ പോയി ഒന്നും ശരിയാക്കിയിട്ട് വരാനൊന്നും പറ്റില്ല. പക്ഷേ ഇനി മുന്നോട്ട് ചെയ്യേണ്ട കാര്യത്തിൽ ഓക്കെ, നമ്മൾ ക്ലാരിറ്റിയോടെ മുന്നോട്ട് പോവുക. അതായത് അന്ന് എന്താ സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ആ സംഭവത്തിന് ഇങ്ങനെ അതങ്ങനെ ഞാൻ അതിന് എന്താ പറയുക, വേറെ തരത്തിൽ ശ്രമിച്ചിരുന്നെങ്കിൽ അങ്ങനെ ആയെന്നെ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞതായിപ്പോയി, ഇതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, സിറ്റുവേഷൻ യെസ് അങ്ങനെ ആയിരുന്നു, അത് അങ്ങനെ തന്നെ ആവേണ്ടതാണ്. ബിക്കോസ് അതിൽ നിന്ന് വളർച്ച നിങ്ങൾക്ക് വരാനുള്ളതാണ്. സോ എന്താണോ പാസ്റ്റിൽ സംഭവിച്ചത് ഓക്കെ, അതിൽ നിന്ന് ലെസൺ പഠിക്കുക, മുന്നോട്ട് പോവാം. ഓക്കെ, ലെറ്റ് ഇറ്റ് ഗോ. ഓക്കെ, നിങ്ങളുടെ വേദനകളെ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച കാര്യങ്ങളെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. ചൂസ് പീസ് എന്ന് പറയാം. ഓക്കെ, പീസ്, നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. ഒന്നാമത്തെ കാര്യം. ഓക്കെ, സംഭവിച്ചു വിട്ട് കളഞ്ഞേക്കുക. ഫ്യൂച്ചർ നമ്മുടെ കയ്യിലുണ്ട്. ഫ്യൂച്ചറും അല്ല, നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് മൊമെൻറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ നിങ്ങൾ കോൺസെൻട്രേഷൻ മുഴുവൻ അതിലേക്ക് കൊടുക്കാം. ഓക്കെ, ഒരേ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ബിക്കോസ് നിങ്ങൾ പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അതേപോലെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പോയി പെടില്ല ഇനി. അതാണ് കാര്യം. ഓക്കെ, ഞാനിവിടെ സീയിങ് ബിയോണ്ട് എന്ന് പറയുന്നുണ്ട്. സോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഓക്കെ യൂസ് ചെയ്യാം. ഓക്കെ, എന്താണ് ശരി, എന്താണ് തെറ്റ്, അല്ലെങ്കിൽ കാര്യങ്ങളുടെ ഒരു വ്യക്തമായ ഒരു രൂപം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ അത് നിങ്ങൾ കാണാൻ തുടങ്ങാം, മനസ്സിലാക്കാൻ തുടങ്ങാം. ആക്ച്വലി നിങ്ങളത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഞാൻ കാണുന്നതും മനസ്സിലാക്കുന്നതും അറിയുന്നതും കറക്റ്റാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക.
ടോൾ ടെയിൽ. ഇവിടെ അഗെയിൻ ഇതുപോലെയാണ് സെവൻ ഓഫ് കപ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. നിങ്ങൾ എന്തൊക്കെയോ സ്വപ്നങ്ങൾ ആലോചിച്ച് കൂട്ടിയിട്ടുണ്ടാവാം. ഓക്കെ, പക്ഷെ അതൊന്നും നടന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ കാര്യമില്ല. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ശരിക്കും ഇതിനെ ഞാൻ എന്താ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക. നമ്മുടെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നൊക്കെ പറയും അല്ലേ, ആ രീതിക്കൊക്കെ. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടും, ഒരുപാട് നമ്മൾ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ കണ്ടുപോകും. സോ അത് എല്ലാം നടക്കണമെന്ന് നിർബന്ധമില്ല. ബിക്കോസ് അതിൽ ചിലത് നമുക്ക് നല്ലതായിരിക്കില്ല. അതുകൊണ്ടാണ് ചില സമയത്ത് യൂണിവേഴ്സ് അങ്ങനെ ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് തട്ടി എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടി പോകുന്നുണ്ടെങ്കിൽ അതെന്തോ നമുക്ക് നല്ലതല്ലാത്തതായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, സോ എന്തായാലും ഇവിടെ നിങ്ങളോട് പറയുന്നത് തൽക്കാലം ലെറ്റ് ഇറ്റ് ഗോ. ഓക്കെ, എല്ലാം അങ്ങനെ ആയിരുന്നു എന്നങ്ങോട്ട് ഇനി അക്സെപ്റ്റ് ചെയ്യുക. യെസ്, അങ്ങനെ ആയിരുന്നു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. ആൻഡ് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേറെ നല്ല അവസരങ്ങൾ വരുന്നുണ്ട്. സോ അതൊക്കെ എടുത്ത് സ്വീകരിക്കാൻ തയ്യാറാവൂ. ആൻഡ് ഇവിടെ മെയിൻ ബാക്കി യൂണിവേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ, ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ പോയിന്റേ ഉള്ളൂ. ഇവിടെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്ക് നല്ലത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു റീസണേ ഉള്ളൂ, നിങ്ങളിപ്പോഴും പാസ്റ്റിലാണ് സ്റ്റക്കായി നിൽക്കുന്നത്. ഓക്കെ, അതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ കഴിവുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്, നിങ്ങളുടെ അത് യൂസ് ചെയ്യുക. ഓക്കെ, പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് സമയം കളയാതിരിക്കാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.